ഹൈ പ്രിയപ്പെട്ടവരെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ചിൽ പൈസ നഷ്ടപ്പെട്ടതിൻ്റെ ഇരകൾ ശുഭപ്രതീക്ഷയിൽ തുടരുകയാണ്. അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ലീഡേഴ്സ് വിജയിച്ചിട്ടുണ്ട്. 20-ൽ താഴെ ഏകദേശം 20,000 പേര് പറ്റിക്കപ്പെട്ടതിൽ 20-ൽ താഴെ പരാതികൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ FIR ഇട്ടത് അതിലും കുറവാണ്. എന്തായാലും ഈ കുറഞ്ഞ പരാതി കൊടുത്തവർക്ക് ഗുണകരമാകാനാണ് സാധ്യത. കാരണം മുഴുവൻ പേരും പരാതിയുമായിട്ട് വന്നാൽ അത് മുഴുവൻ കൊടുത്തു തീർക്കാനുള്ള പൈസ ഇവരുടെ അക്കൗണ്ടിലില്ല. ഇവർക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി അധികമില്ല. ഇവർക്ക് വളരെ ചുരുങ്ങിയ അസറ്റ് മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈ വന്നവർക്ക് എന്തായാലും മുഴുവൻ തുകയും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായിട്ട് പുറത്തു വരുന്നത്. പൈസ നഷ്ടപ്പെട്ടവർക്ക് അതിലെ പ്രതികളുടെ സ്വത്ത് വിറ്റ് കിട്ടുന്ന പൈസ ED വിതരണം ചെയ്യുമെന്ന് ED അറിയിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം EDക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. ഈ കേസിലും ഇതിലെ ഇരകൾക്ക് ED ഓഫീസിലെത്തിയ ഇരകൾക്ക് അവരുടെ പൈസ നഷ്ടപ്പെടില്ല. EDയെ കൊണ്ട് ചെയ്യാനാകുന്നത് ചെയ്യുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ പരാതിക്കാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈറിച്ച് ലീഡേഴ്സ് കെണിഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അവർ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ ഇവർ പറഞ്ഞ് പുളിച്ച വാദങ്ങളാണ്. ഇവർ എൻ്റെ വീഡിയോൻ്റെ അടിയിലൊക്കെ കമൻ്റായിട്ട് ഇപ്പോഴും അതൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ഇതിനൊക്കെ ഖണ്ഡിച്ചിട്ട് എത്രയോ തവണ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങളുടെ കമ്പനി പൂട്ടുന്നത് വരെ ഞങ്ങൾക്ക് ഈ ലാഭം തരുന്നത് മുടക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കമ്പനിക്ക് പൈസ നിക്ഷേപമായി സ്വീകരിക്കാൻ എവിടെയാണ് അധികാരമെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. ലാഭം മുടക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ലാഭം മുടക്കിയിട്ടില്ല എന്നതിന് ഈ കമ്പനി പിടിക്കപ്പെടും വരെ ആളെ ചേർക്കുന്നത് നിർത്തിയിട്ടില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഇത് നിക്ഷേപമല്ല, പർച്ചേസ് കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആണ്. അതായത് ഹൈറിച്ചിൻ്റെ പലചരക്ക് കടയിൽ നിന്ന് പലചരക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൊടുക്കുന്ന മുൻകൂർ തുകയാണ് എങ്കിൽ അതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ലാഭം വിതരണം ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുക. ഇനി മറ്റൊരു കാര്യം, നിങ്ങളിത് ലാഭത്തിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത് എന്നാണോ നിങ്ങളുടെ വാദം? ഈ കമ്പനിയുടെ ലാഭം എത്രയാണ്? ഇതൊരു ROC രജിസ്റ്റർ ചെയ്ത കമ്പനിയാണല്ലോ, കൃത്യമായി അക്കൗണ്ടബിൾ ആണല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ലാഭം എത്രയാണ്? 36 ലക്ഷം രൂപ നഷ്ടമാണിത് ഈ കമ്പനി. ഈ നഷ്ടമുള്ള കമ്പനി എവിടെ നിന്നാണ് ആളുകൾക്ക് പൈസ വിതരണം ചെയ്യുന്നത്? അടിയിൽ നിന്ന് ചേരുന്ന ആളുകളുടെ പൈസ എടുത്ത് മുകളിൽ വിതരണം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്ത മറുപടി 3300 കോടി ഇവർ കളക്ട് ചെയ്തു എന്നാണ്, നിക്ഷേപമായി സ്വീകരിച്ചു എന്ന്. എന്നാൽ ഇവരുടെ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളെല്ലാം കൂടിയിട്ട് 212 കോടി രൂപയേ ഉള്ളൂ. ബാക്കി തുക എവിടെ പോയി? ഇവർക്ക് അസറ്റായിട്ടൊന്നുമില്ല. ഇവർ ഒന്നും തന്നെ സ്വന്തമായിട്ട് അസറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ബാക്കി തുക എവിടെ പോയി? വീതിച്ചു പോയിരിക്കുകയാണ്. ആളുകൾക്ക് വീതിച്ചു പോയിരിക്കുകയാണ്. മണി ചെയിൻ നടത്തിയിട്ട് വീതിച്ചു പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ആകുന്നത് വരെ പൈസ കിട്ടിയിരുന്നു എന്നത് ഇവർക്ക് കമ്പനിയുടെ അക്കൗണ്ട് ഗവൺമെൻറ് പിടിക്കപ്പെടുന്നത് വരെ ആളുകളെ ചേർക്കാൻ കഴിഞ്ഞിരുന്നു, അത് വെച്ച് മണി ചെയിൻ നടത്താൻ കഴിഞ്ഞിരുന്നു എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. അപ്പോൾ ഈ വിളിക്കുന്ന ലീഡേഴ്സ് എല്ലാം തന്നെ ഈ പറഞ്ഞ് പഴകിയ വാദങ്ങൾ മാറ്റിയിട്ട് പുതിയ വല്ല വാദങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് വരാവുന്നതാണ്. ഈ കമ്പനി ഒരിക്കലും തന്നെ തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെ തിരിച്ചു വന്നാൽ ഇന്ത്യയിൽ റിസർവ് ബാങ്കിന് വരെ അത് നാണക്കേടാകും. ഏതെങ്കിലും ഒരു വാദത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിന് മുകളിലുള്ള കോടതിയെ ഗവൺമെൻറ് സമീപിക്കേണ്ടി വരും. മറ്റു പല ഏജൻസികളും ഇതിൽ റിസർവ് ബാങ്ക് ഉൾപ്പെടെ കക്ഷി ചേരേണ്ടി വരും. കാരണം ഇത് രാജ്യത്തിൻ്റെ കറൻസിയെ, സമ്പദ് വ്യവസ്ഥയൊക്കെ വെല്ലുവിളിച്ച് നടത്തിയ ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥയാണ്. അങ്ങനെ സമാന്തര സമ്പദ് വ്യവസ്ഥ നടത്തിയിട്ട് തട്ടിപ്പടത്തിയ ഒരു കമ്പനിയാണ്. ഇതിനകത്ത് ലാഘവത്തോട് കൂടിയിട്ട് കോടതികൾക്കോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾക്കോ കാണാൻ കഴിയില്ല. ഇതിൽ പരാതി നൽകിയ ഒരു വനിതയെ, വികലാംഗയായ കാസർഗോഡുള്ള ഒരു വനിതയെ ഈ ഹൈറിച്ചിൻ്റെ തൃശ്ശൂരിലുള്ള ലീഡർ വിളിച്ച് പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശബ്ദരേഖ ഞാൻ കേൾപ്പിക്കാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ വാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നതെല്ലാം അവരോട്. നിങ്ങൾ ഈ 1 കോടി 10 ലക്ഷം പേരൊക്കെ ഇതിലുണ്ടല്ലോ, ഇതുപോലെ ഹതഭാഗ്യരായ നിരാലംബരായ ആളുകൾക്ക് 1 രൂപയെങ്കിലും ഇട്ടിട്ട് ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് പിന്നെ നിങ്ങൾ ഈ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്നതിലൊക്കെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പരാതി പിൻവലിപ്പിക്കാൻ നോക്കുന്ന ആൾക്ക് 20 ലക്ഷം രൂപയിൽ മുകളിൽ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 5, 10, 10,000 ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും ആ വോയിസ് ഒന്ന് കേൾപ്പിക്കാം നിങ്ങൾക്ക്. ഹലോ തസ്നി, ഹലോ 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 തസ്നി അല്ലേ? അതെ. ആ, ഞാൻ തസ്നിയുടെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു കേട്ടോ. ഞാൻ തൃശ്ശൂരിനെ വിളിക്കുന്നേ. എന്റെ പേര് വിജയലക്ഷ്മി. എന്താണ് തസ്നി വിശേഷങ്ങള്? വിശേഷങ്ങൾ എന്താ? നല്ല വിശേഷം ഒന്നും പറയാൻ കഴിയല്ല. ഇല്ല, തസ്നി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എങ്ങനെ? അല്ല, കേസും കാര്യങ്ങളായിട്ട് പോവാം, കേസ് കൊടുത്താല് അത് സംഭവം പറഞ്ഞെങ്കിൽ ഞാനില്ലേ ഇവരെ വിശ്വസിച്ചിട്ട് നിന്ന് സംഭവം. ഇവര് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം, റംസാനിലെ ബുദ്ധിമുട്ടി കൊറേ പറഞ്ഞു എന്നോട്. എന്നിട്ട് ഞാൻ പിന്നെ ബുദ്ധിമുട്ടിക്കാതെ കിട്ടുന്നുണ്ടെങ്കിൽ അതല്ല നല്ലത് അറിഞ്ഞിട്ട് ഇതുവരെ കാത്തുനിന്നു. പക്ഷെ അവരിൽ നിന്നൊരു റെസ്പോൺസ് വരുന്നില്ല. അവര് തരാന്ന് പറയുന്നല്ല, അതൊന്നും തരുന്നില്ല. അപ്പൊ പിന്നെ ഞമ്മ എന്ത് ചെയ്യാൻ? ഞമ്മക്ക് നമ്മളെ അവസ്ഥ ഇങ്ങനെ കണ്ടതല്ലേ, പിന്നെ വീഡിയോയിൽ കണ്ടതല്ലേ.
പിന്നെ ഞമ്മക്കൊരു പിന്നെ ഞമ്മക്കൊന്ന് കൊണ്ടുതരാൻ ഒരാളാ മറ്റുണ്ടായി നമുക്ക് സാരിയില്ലായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ചെലവിന് കൊണ്ടുതരാൻ ആളുണ്ടായിരുന്നെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ, പോവാതിരിക്കാതെ ഞമ്മക്ക് പറ്റുമോ? അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ തസ്നിയുടെ പോലെ ഒരുപാട് പേര് ഹൈറിച്ച് ചെയ്തിട്ടില്ലേ? ഈവൻ ഈ ഞാനടക്കം. എന്റെ ഒരു ഇതിലെന്ന് വെച്ചാല് ഹൈറിച്ച് ഇല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല. ഓക്കെ, അങ്ങനെ വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതന്നെ. അപ്പൊ പിന്നെ അത് പിന്നെ വന്നില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, അതാണ് ഹൈറിച്ച് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ അവിടെ. പക്ഷെ അത് തോറ്റുപോയെങ്കിൽ നമ്മളെ പൈസയും പോയില്ലേ? നമുക്ക് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലേ നമുക്ക് അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അവര്. മനസ്സിലായോ? അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നല്ല. ഞമ്മ ഒരാൾ പറഞ്ഞിട്ട് വാക്ക് പിന്നെ ചിന്തിക്കുന്ന ആളല്ല. ഞമ്മ ഇപ്പൊ നിങ്ങ പറഞ്ഞത് ചിന്തിക്കുന്നേ. ഞമ്മ മെയിന് പിന്നെ ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാന് ഇത്രയൊന്നല്ല, ഞാൻ ഇതിന്റെ ഒരു 3-4 ഇരട്ടി 5 ഇരട്ടിയോളം ഞാൻ എന്റെ ഹൈറിച്ചിലുണ്ട്. ഓക്കെ. പക്ഷെ എന്നിട്ട് ഞാനൊരു കേസിനോ കാര്യങ്ങൾക്കോ പോവാതെ കേസ് നടത്തിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഓടാണ്. മനസ്സിലായോ? അതായത് നാളെ കമ്പനി മറ്റേതൊരു കമ്പനികളെയും പോലെയല്ല. അതായത് സാധാരണ ED ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി നിലനിൽക്കാനും പൊന്തി വരാനും ബുദ്ധിമുട്ടാണ് സാധാരണ. പക്ഷെ ഇവിടെ നമുക്കറിയാലോ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അതായത് കമ്പനിയുടെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് ആർക്കും വരുമാനം വരാൻ. സത്യം പറയുന്നത്. ഞാൻ പറയട്ടെ. അപ്പൊ കമ്പനി ഇപ്പോഴും നമുക്ക് ഈ കമ്പനിനെ കൊണ്ടുവരാൻ വേണ്ടി കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ഈ ലീഡേഴ്സ് എന്ന് പറഞ്ഞ ലീഡേഴ്സ് മീൻസ് നമ്മളെ പോലുള്ള എല്ലാവരാണ് ലീഡേഴ്സ്. ഓക്കെ. അവര് കൂടെ നമ്മുടെ കമ്പനിയുടെ MD ആൾക്കാരൊക്കെ ഉണ്ട്. അവരെവിടെയും മുങ്ങി പോയിട്ടില്ല. നമ്മളിപ്പോഴും നമ്മുടെ കേസ് ഇപ്പോഴും ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന സത്യം. പക്ഷേ ഞാൻ പറയട്ടെ. അപ്പൊ ഈ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നിട്ട് അത് ഇപ്പൊ നെല്ലാണോ പതിരാണോ തിരിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് കേസ് കൊടുക്കാനുള്ള അവസരം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഇപ്പൊ ഞാനായാലും എനിക്കും എന്റെ പൈസ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. ആ പൈസ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവോ? ഇല്ല. പക്ഷെ നമ്മുടെ കമ്പനി നാളെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പൈസ അല്ല, അതിന്റെ അപ്പുറത്ത് നമുക്ക് വേറൊരു ലെവലിലേക്കാണ് നമ്മുടെ കമ്പനി പോവാ. മനസ്സിലാവുന്നത്? അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പൊ ഈ 4 ലക്ഷം അല്ലേ തസ്നി ഇട്ടിട്ടുള്ളത്? 4,10,000 ആദ്യം ഇട്ടു, പിന്നെ 4 ലക്ഷം ഇട്ടു അല്ലെ? അപ്പൊ 41 ID ഉണ്ട്. തസ്നി ഓൾറെഡി ഗോൾഡ് റാങ്ക് അച്ചീവർ ആയിരിക്കും അല്ലെ? ഇല്ല അത് ആയിട്ടില്ല. അതായിണ്ടാവും. ഓൾറെഡി അത് അതിലായിട്ടുണ്ട്. അത് തന്നെ തസ്നി പല കാര്യങ്ങളും അറിയാണ്ടാണ്. അതായത് തസ്നി അത് ID ഓപ്പൺ ചെയ്ത് നോക്കേ, അതില് എങ്ങനെയാണ് കാര്യങ്ങൾ വരണമെന്ന് അറിയേ, കാര്യങ്ങളോ ചെയ്യാതെ നോക്കാതെയാണ് തസ്നിക്ക് അതറിയാത്തത്. തസ്നിനെ ഞാൻ ID ഓപ്പൺ അല്ലാക്കുന്നു. ഞാൻ അതെല്ലാം പറ്റും. ഞാൻ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഞാൻ പഠിച്ചേക്കും. ഞാൻ പെട്ടെന്ന് പഠിക്കുന്നുള്ളൂ. അല്ല, അതായിക്കോട്ടെ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, തസ്നിയുടെ ഞാൻ കുറ്റം പറയുന്നില്ല, ഒരിക്കലും കുറ്റം പറയില്ല. കാരണം തസ്നി പുതിയ വന്നിട്ട് ഇപ്പൊ അധികം നാളായിട്ടില്ല, കൂടുതൽ അനുഭവങ്ങളില്ല, കാര്യങ്ങളില്ല. ഓക്കെ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ തസ്നി ഒരുപാട് പേര് അറിയുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. ഓക്കെ. ഇനി നാളെ ഇന്നിപ്പോ കേസും കാര്യങ്ങളായിട്ട് പോവാണ്. 4 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയെന്ന് വെക്കാം. ഈ 4 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമോ? അത് പറ്റുന്നല്ല. ഞമ്മക്കൊരു ചെറിയൊരു കുടിയിലൊന്നും വെക്കാലോ പറഞ്ഞിട്ട് അത്ര ഞമ്മക്ക് ഇരിക്കാനൊരു വീടില്ലല്ലോ. അതിന്റെ എന്തെങ്കിലും ഒരു 4 തൂണെങ്കിലും ഇട്ടിട്ട് ഇരിക്കാലോ പറഞ്ഞിട്ടാണ് ഞാൻ പറയട്ടെ. അതേസമയം തസ്നി ഇപ്പൊ കുറച്ചും കൂടി ക്ഷമിക്കുക. അതായത് ഇപ്പൊ ഇത്ര വേവോളം നിന്നു, 6ഓളം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൂടി ഇനി നമുക്ക് ക്ഷമിക്കാം. എന്തിനു വേണ്ടിട്ട്? ഇത് നമുക്ക് തിരിച്ചു കിട്ടോ? അതേ നമുക്ക് ഇല്ലേ, കമ്പനി നിലനിൽക്കോ വരുമോ, അതോ ഇല്ലാണ്ടായി പോവോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടില്ലല്ലോ എപ്പോഴും. അതറിഞ്ഞിട്ടില്ല. അപ്പൊ അതിനിപ്പോ ഇനിയിപ്പോ നമ്മുടെ കേസ് ഇപ്പൊ 18-ാം തീയതിയാണ് ഇനി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ അത്രയും അടുത്തെത്തി നമ്മള്. ഇത്ര നാള് നമ്മൾ ക്ഷമിച്ചു ഇല്ലേ? 4 മാസത്തോളം തസ്നി വരുമാനം ഇല്ലാണ്ട് തസ്നീനെ പോലെ ഒരുപാട് പേര് കേട്ടാ. അതുപോലെ ഞാൻ പറയുന്നതാണ്, നമ്മൾ ഇത്ര ക്ഷമിച്ചു. ഇനി നമുക്ക് കുറച്ചും കൂടി ഉള്ളൂ ഇത് തിരിച്ചറിയാൻ. എന്താണ്, എങ്ങനെയാണ്, എങ്ങോട്ടാണ് അതിന്റെ പോക്ക്. അതായത് കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങാല് പോലെ. ഇതെല്ലാം കുറെ കേട്ടതാ. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഇതെല്ലാം കുറെ ഇതിനേക്കാൾ അധികം കേട്ടത്. അല്ല, അത് നമുക്ക് എല്ലാവർക്കും മലയാളികളുടെ ഒരു ഡയലോഗാണത്. കാരണം നമ്മളിപ്പോഴും നമ്മുടെ ഇത് എങ്ങോട്ടാണെന്ന് അറിയില്ലല്ലോ. തസ്നിക്കറിയോ? ഇല്ലല്ലോ. എനിക്കറിയോ? ഇല്ല. അപ്പൊ പക്ഷെ നമ്മളും അത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞതാണ് തസ്നിയോട്. അതായത് നമുക്കിപ്പോ നമ്മുടെ ഇത്രയും നമ്മുടെ ജീവിതം ഇനി ഇല്ല മുന്നോട്ട്, അതായത് ഇല്ലെങ്കിൽ
ആ ഒരു ലെവലിൽ നിൽക്കുന്ന നമ്മള്, ഞാൻ ഇപ്പൊ ഇതിനു വേണ്ടി ഓടിക്കൊണ്ട് നടന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഫ്യൂച്ചർ, നല്ലൊരു ഫ്യൂച്ചർ ഇതിൽ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇത്രയും ആൾക്കാര്. തസ്നിക്കറിയാലോ, ഇതിപ്പോ വളരെ കുറച്ച്, ഇവർ ഇത്രയും കാലം ഇതാക്കിയിട്ടും ഇത്രയും വളരെ കുറച്ച് കേസുകളും കാര്യങ്ങളെ വന്നിട്ടുള്ളൂ. പക്ഷെ കേസിൽ പോയവര് എന്താ ചെയ്യുന്ന? ഇ.ഡി നമുക്കറിയാം. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇ.ഡിക്ക് അവര് ഇത് കൊടുക്കാൻ പറഞ്ഞത്? നമ്മുടെ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു, അതായത് ഇപ്പൊ ഇലക്ഷനും കാര്യങ്ങളും സംബന്ധിച്ച് കാര്യങ്ങൾ വന്നപ്പോ ഇ.ഡി കയറി കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു വരവില്ല എന്നുള്ളൊരു വർത്താനം കേട്ടിട്ടുണ്ടാവും. തസ്നി കേട്ടിട്ടുണ്ടോ? അതെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ആള് പറഞ്ഞൊരൊറ്റ കാര്യം, ഈ കരുവന്നൂർ ബാങ്ക് കേസില് ജനങ്ങളുടെ, അത്രയും പാവപ്പെട്ട ജനങ്ങളുടെ അങ്ങനെയുള്ള പൈസയാണ് ഇങ്ങനെയാണ് അതറിഞ്ഞപ്പോ ഇ.ഡി അങ്ങനെയുള്ള അവർക്ക് എന്താ ഇ.ഡിനെ സമീപിക്കാമെന്നുള്ളൊരു സംഭവമാണ് മറ്റോര് പറഞ്ഞിട്ട് ഇത് അത് വാക്കാലായിട്ടുള്ളൂ. അല്ല, ഇ.ഡിയെ ഞാൻ നേരിട്ടിട്ട് പോയിട്ട് കണ്ടാളാ. ആയിക്കോട്ടെ. അതായത് അപ്പൊ അതിന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞതോട് കൂടിയിട്ടാണ് ഇവരെല്ലാവരും ഇ.ഡിനെ സമീപിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം തിരിച്ചു കിട്ടും എന്നുള്ളൊരു സംഭവം. അത് അവര് പറഞ്ഞത് മാത്രല്ല, ഇ.ഡി എന്നോട് നേരിട്ടിട്ട് പറഞ്ഞു, FIR തയ്യാറാക്കി തന്നെങ്കിൽ നിന്റെ കാശ് എവിടെയും പോയില്ല, നിന്റെ കാശിന് ഞങ്ങൾ പെട്ടെന്ന് നിന്റെ കാശിന്റെ കാര്യത്തിൽ തീരുമാനത്തിലെത്തും. വേറെ ആരപ്പോഴല്ല, നീ ഒരു വികലാംഗയാണ്, ഞാനൊക്കെ സുഖമില്ലാത്ത ആളാണ്. ഇ.ഡി പറഞ്ഞു FIR ഒന്ന് ഇട്ടിട്ട് നീ ഞങ്ങൾക്ക് ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾക്ക് ബാക്കിയെല്ലാം ഒരാടെ സ്വീകരിച്ചു. FIR ഇട്ടിട്ട് കൊടുത്തിട്ടാണ്. അത് കൊടുക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ കൊടുത്തിട്ടുണ്ട് സംഭവം. അത് പിന്നെ ഇവരെന്തെങ്കിലും അനുകൂലമായിട്ട് ഇപ്പൊ ഒരു കുറച്ചെങ്കിലും കാശ് പറഞ്ഞ്, അതായത് ഒരു പിന്നെ ആദ്യം കാശ് തന്നിട്ട് ഒരു അഗ്രിമെന്റ് വെക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോ അത് ഒരു ഇത് കൊടുക്കുവോ അവർക്ക്. അല്ല തസ്നീനെ അവര് സഹായിച്ചിട്ടില്ല, ആരും സഹായിച്ചിട്ടില്ലേ? ഒന്നും സഹായിച്ചിട്ടില്ലേ? ഇവിടെ അവര് സഹായിച്ചിട്ടൊന്നുമില്ല. അവനൊരു ഷാനി പറഞ്ഞ ഒരു ലീഡർ ആണല്ലോ ഇപ്പൊ ഇതില് നമ്മളെ മെയിൻ പൈസ കൊണ്ടയാള്. അവൻ എന്നോട് നോമ്പ് ഫസ്റ്റ് ഇത് റംസാന്റെ തലേ ദിവസം അറിഞ്ഞു, ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് പെരുന്നാളും റംസാനും ബുദ്ധിമുട്ടിക്കാത്ത പോലെ ഒരു എമൗണ്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരുമെന്ന്. എത്ര ആളെ വന്ന അവന്റെ വക? 1000 മതിയാ നമുക്ക് ഒരു ഡ്രസ്സ് എടുക്കാനും പിള്ളേരെ ഇതാക്കാനും എല്ലാം മതിയാ. നമുക്ക് 2 കുട്ടികളുണ്ട്, നമുക്ക് പെരുന്നാൾ ആഘോഷിക്കാനും എല്ലാം മതിയാ. 1000 രൂപ എന്ത് കിട്ടും? പുറത്തിറങ്ങിയെങ്കിൽ എന്ത് കിട്ടും അതില്? അവർക്കത് വിചാരിച്ചെങ്കിൽ പറ്റുമായിരുന്നു. പക്ഷെ എന്നെ കൊറേ റംസാന് ലാസ്റ്റ് വരെ അവരെന്നെ കളിപ്പിച്ചോണ്ടിരുന്നു. അതാണ് എനിക്ക് വിഷമം. എത്ര പറഞ്ഞു പറ്റിക്കുന്നതിന് ഒരു കണക്കില്ലേ ചേച്ചിയാ? എത്ര പ്രായമുണ്ട് നമുക്കറിയാലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് തസ്നി, അതായത് ഈ പറഞ്ഞ ലീഡേഴ്സും അവർക്കും വരുമാനം നിന്നിട്ട് 4 മാസം. അവരെ വരുമാനം നിർത്തിച്ചത് ഞാനല്ലല്ലോ. ഞാൻ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ പറയട്ടെ, ഇത് നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം ചിന്തിക്കാതെ ഞാൻ ചിന്തിക്കും. കാരണം ഇല്ലേ, ഞാൻ ഇട്ട അതേ പിന്നെ സ്പോട്ടിന് ഒരു 5 പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞമ്മ അങ്ങനെ ചിന്തിക്കട്ടില്ല. നമുക്ക് കിട്ടീനല്ലോ, പിന്നെ നമുക്ക് അവര് പിന്നെ അതുകൊണ്ടല്ലേ ഞമ്മ കൊണ്ടുപോയതല്ലാതെ നമുക്ക് കിട്ടി ഒന്നും കിട്ടിയില്ലല്ലോ. പിന്നെ അത് ചിന്തിക്കാതെ പിന്നെ ഞാൻ പറഞ്ഞ കിട്ടാത്തത് നമ്മുടെ എന്താ പറയാ വിധിയാണ്, നമ്മുടെ ഒരു ഇതാണ്. സമയം മോശമായിരുന്നു. നമ്മള് സമയം മോശപ്പെടുത്തിയതാ, മോശമായതല്ല. ഞാൻ പറയട്ടെ തസ്നി അത് കുറച്ച് മുമ്പ്, ഒരാഴ്ച മുമ്പ് ചെയ്തിരുന്നെങ്കിൽ തസ്നി ചെയ്തതിനുള്ള, അതായത് 4 ലക്ഷം ചെയ്യുമ്പോ നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് നമുക്ക് ഇടപാടാക്കിയത് ജോറ്. എന്തറിയോ, ഇത് പ്രശ്നത്തിൽ വന്നിട്ട് എന്നെ പോലത്തെ ഒരു വ്യക്തിന്റെ പൈസ അവർ കൊണ്ടുപോകരുതായിരുന്നു. അതും ഈ ഷാനിബ് പറഞ്ഞെന്തറിയോ, നിങ്ങള് സ്വർണം താ, ഞാൻ ഇവിടെ തന്നെ വിറ്റിട്ട് തരാന്ന്. അവന് സ്വർണം കൊണ്ടുപോകാനുള്ള പരിപാടിയാ. ഇത് കാശ് കൊണ്ടുപോയല്ലേ, സ്വർണം വിപ്പിച്ചിട്ട് മറ്റേ ലീഡർ ഇവിടെ കാഞ്ഞങ്ങാടുള്ള പുനീസ് അറിയുന്ന ലീഡർ കാശും കൊണ്ടുപോയി. ആ സ്വർണം എന്റെ തന്നെ താ, ഞാൻ ഇവിടെ തന്നെ വിൽക്ക, എന്തെല്ലാം തരികിടോ എന്നോട് പറഞ്ഞറിയോ. ഏല പോട്ടെ, അന്നെങ്കിലും ഓർക്കില്ല എന്നെ പോലത്തെ ഒരു വ്യക്തിനെ ഓർക്കി എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പറയുന്ന 5. ഞാൻ തസ്നിയോട് ഒരു കാര്യം പറയട്ടെ, തസ്നീനെ പോലെയുള്ള ഒരുപാട് പേര്, തസ്നി മീൻസ് തസ്നിക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഓക്കെ, തസ്നിയുടെ ആ ഒരു ഇതില് ഇതുണ്ട്. പക്ഷെ ഞാൻ പറയണത് നമുക്ക് ആർക്കും, ഇപ്പൊ എനിക്ക് ഇത്ര ഏജായി, എനിക്കൊരു 57 വയസ്സ് കഴിഞ്ഞു, എനിക്ക് വേറൊരു പണിയെടുത്ത് ജീവിക്കാനുള്ള ഒരു മാർഗമൊന്നും നമുക്കില്ല, മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മുടെ അവസ്ഥ ഒക്കെ എങ്ങനെയാണ്? അപ്പൊ ഈ ഒരു അവസ്ഥയിലും നമ്മൾ എന്തിനാ പിടിച്ചു നിൽക്കുന്നത് വെച്ചാൽ കമ്പനി തിരിച്ചു വരും എന്നുള്ള വിശ്വാസം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും. ആ വിശ്വാസം നമുക്ക് ഇനി ഇല്ലാണ്ടായി. ഒരു വിധി വന്നു, ഞാൻ പറയട്ടെ, കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിട്ട് നമുക്ക് കേസ് കൊടുക്കാനുള്ള അവസരം ഉണ്ടേ. അതോ ഞാൻ പറഞ്ഞേ. അപ്പൊ നമുക്ക് അപ്പൊ കേസ് കൊടുക്കാം. ആ കൊടുത്തിട്ട് നമ്മളും കേസ് കൊടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവസരം ഇല്ലാതെങ്കിലും എന്താക്കും, കൊണ്ട് എന്റെ ഷാദി പറയുന്നുണ്ടല്ലോ, എന്താ കേസ് കൊടുത്താൽ മാത്രം. ഇപ്പൊ കേസ് കൊടുത്താള് രക്ഷപ്പെട്ട്, അല്ലാത്താള് പെട്ട്. അത് വെറുതെ പറയുന്നതാണ്. അത് വെറുതെ പറയുമ്പോ ഞമ്മക്കില്ലേ നിങ്ങൾ പറയുന്ന അത് വെറുതെ പറയാന്ന് പറയുന്നേ.
അതെങ്ങനെ 100% അങ്ങനെ വിശ്വസിക്കല്? നമ്മളെ പൈസ പോയ ആൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അത് വെറുതെ പറയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മുടെ കമ്പനി എന്തുകൊണ്ട് പൂട്ടേണ്ടി വന്നു ചിന്തിച്ചോ. നമുക്കത് ഇപ്പൊ തസ്നീനെ ചൂടാക്കിയിട്ട് കേസ് കൊടുക്കാൻ പറയുന്ന അതേ ടീം തന്നെയാണ് നമ്മുടെ കമ്പനിനെ പൂട്ടിച്ചതെന്ന് മനസ്സിലാക്കുക. എന്റെ കമ്പനി അതാന്നില്ല. കാരണം ഇല്ലേ, എന്റെ കമ്പനി അതാന്നില്ല. കാരണം എന്റെ കമ്പനിയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അവരെ ഭാഗത്തുനിന്ന് ഒരു നല്ല നീക്കം ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറയട്ടെ, 10,000 രൂപ ഇട്ടിട്ട് തസ്നീം 2-3 മാസം കഴിഞ്ഞിട്ടല്ലേ പിന്നെ അത് 4 ലക്ഷം കൂടി ഇട്ടത്. അതെ, അല്ലല്ല 2-3 മാസമല്ല, 2-3 മാസം 1 മാസം തേച്ചു തന്നിട്ട് ആ കള്ള ഞങ്ങക്ക് 1 മാസം ഫുള്ള് തന്നിട്ട് ഞങ്ങക്ക് എന്താ പറഞ്ഞെങ്കിൽ ഇങ്ങനെ പറയും, ഇങ്ങനെ എന്നെ തല തിന്നിട്ട് ഓറ് രണ്ടാളും എന്നെ നിക്കാൻ വയ്യ. അതേ പുന്നിസ കാഞ്ഞങ്ങാട് ഓളെ ഞാൻ വെറുതെ വിടല്ല. തസ്നീയുടെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ലേ 10,000 രൂപ വരെ നമ്മൾ ഇട്ടതിന്റെ പൂൾ ഇൻകം വന്നത്? 10,000 ഇട്ടതിന്റെ 500 രൂപ ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട് ചേച്ചി. ഇല്ല ഞാൻ പറയുന്നില്ല, 500 മാത്രം കിട്ടിയാ മതിയാ? അല്ല ഞാൻ പറയട്ടെ, നമ്മുടെ അക്കൗണ്ടിലേക്കില്ല അത് വന്നത്. അക്കൗണ്ടിലേക്കല്ല, നമുക്ക് ഐഡിയിലേക്ക് മാത്രം വരുന്നത്. ഐഡിയിലേക്ക് മാത്രം വരുന്നത്. നമ്മ വിഡ്രോ ചെയ്തിട്ട് അവരവിടുന്ന് നമുക്ക് പിന്നെ കമ്പനീന്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മളിലേക്ക് ഇട്ടെങ്കിലല്ലേ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുള്ളൂ. അതെ, അപ്പൊ എന്തുകൊണ്ട് കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസിംഗ് ആണെന്ന് അറിയാലോ തസ്നിക്ക്. അതുകൊണ്ടാണല്ലോ നമുക്ക് വരുമാനം കിട്ടാത്തത്. ഈ ഫ്രീസിംഗ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തസ്നിക്ക് 1 ലക്ഷം രൂപയുടെ വരുമാനം കമ്പനികളിൽ ഫ്രീസിംഗ് ആയിട്ടുണ്ട്. ഏതെങ്കിലും കമ്പനി ഓപ്പൺ ആയ ചരിത്രം ഉണ്ടാ? അത് പറഞ്ഞേ, അവിടെയാണ് തസ്നിയുടെ തെറ്റിദ്ധാരണ. ഏതെങ്കിലും കമ്പനിയുടെ പോലെയല്ല മറ്റുള്ള കമ്പനികളെ. കമ്പനി മുങ്ങിപ്പോയിട്ടോ കമ്പനി എന്തെങ്കിലും ഇത് ചെയ്തിട്ടോ ആണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറ്. ഇനി 4 മാസമായിട്ടും ഈ കമ്പനിയുടെ മുമ്പിൽ ഏതെങ്കിലും കൊടികൾ അല്ലെങ്കിൽ ജനങ്ങൾ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അതൊന്നുമില്ല. അതെല്ലാം പോട്ടെ, ഇതല്ലേ നിങ്ങളെക്കാളും വലിയ ലീഡർമാരെല്ലാം എന്നോട് സംസാരിച്ചത് ചേച്ചി. അല്ല ഞാൻ പറയട്ടെ, ആ ചരിത്രം നമ്മൾ മാറ്റി എഴുതാണ്. അപ്പൊ നിങ്ങൾ ചരിത്രം ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ മുൻവിധി എഴുതരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, നമ്മൾ ഇത്ര നിന്നു. ഇനി കോടതി വിധി വരട്ടെ, ഇത്രയല്ലേ സമയമുള്ളൂ. ഇനി കോടതി വിധി വന്നാൽ എങ്ങോട്ടാണ് കാര്യങ്ങളെന്ന് അറിയാലോ. അതിനുശേഷം ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, തസ്നി ഇപ്പൊ തസ്നി ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തസ്നിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും ഹൈറിച്ചിലൂടെ. പലിശന്റെ പൈസ വേണ്ട ചേച്ചി, എനിക്ക് പൈസ കിട്ടിയാൽ മതി. എനിക്കില്ല, ഞാൻ ഈ പൈസ കൊണ്ടില്ല, ഈ പൈസ കൊണ്ട് ഞാനൊരു കച്ചവടത്തിന് ഇട്ടിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. അയാള് എന്താ എന്ത് കച്ചവടം പറയാം, പീടി കച്ചവടം ഇട്ട് ജീവിക്കുന്നുണ്ട് അയാള്. ആ കച്ചവടം പിന്നെ ഇല്ലെങ്കിൽ എന്തെങ്കിലും കല്ലിന്റെ അങ്ങനെ എന്തെങ്കിലും കച്ചവടത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ടായി പൈസയാണ് 1.5 ലക്ഷം അറിയുന്നത്. അതിൽ ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. അയാൾ ആ വരുമാനം നെൽച്ച ഒരു കമ്പനിക്ക് ഇട്ടിട്ട് ഇപ്പൊ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഇതും ഇതിലേക്ക് ഇട്ടത് കൊണ്ട് ഞങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടു. അപ്പൊ ഞമ്മക്ക് അത് പിന്നെ പലിശന്റെ പൈസ നമുക്ക് വേണ്ട. ഞമ്മ നേരെ കച്ചവടത്തിന് ഇട്ടിട്ട് 10,000 പലിശയല്ല എന്റെ തസ്നി, ഇത് പലിശയല്ല. നിങ്ങൾക്ക് ആയിരിക്കില്ല കറക്റ്റ് ആയിട്ട് പൈസ തരുന്നത് പലിശ തന്നെ. നമുക്ക് അത് പലിശ ഒരിക്കലും അത് പലിശയല്ല. അവിടെ ആദ്യം മനസ്സിലാക്കുക, ഒരിക്കലും പലിശ എങ്ങനെ തരാൻ പറ്റുക? കമ്പനിക്ക് എങ്ങനെയാണ് പലിശ തരാൻ പറ്റുക? ഒന്ന് പറഞ്ഞേ. ഒരിക്കലും അത് പലിശയല്ല, നമ്മളത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുസ്ലിംസ്, നിങ്ങൾ മാത്രല്ല, നമ്മുടെ ഈ ബിസിനസ് ചെയ്യുന്ന അതായത് 75-80% മുസ്ലിംസ് ആണ്. അപ്പൊ അവരൊക്കെ എന്താണ് നല്ല രീതിയിൽ, അതായത് ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാർ പോലും ഈ ബിസിനസ് ചെയ്യുന്നത് അത് പലിശയാണെങ്കിൽ അവർ ചെയ്യോ? ഒരിക്കലും അവർ ചെയ്യില്ല. ഞമ്മ മനസ്സിലാക്കുന്നല്ല, ഞമ്മളെ കുറിച്ച് ഫസ്റ്റ് നിങ്ങ മനസ്സിലാക്കണം. സംഭവം എന്താ അറിയോ, ഞമ്മ നിങ്ങളെ മനസ്സിലാക്കി ഞമ്മക്ക് ഇത് തിന്നാനും എന്ത് കിട്ടാലോ. ഞമ്മ ഇപ്പൊ ഈ ഓടിയെങ്കിലും എന്തെങ്കിലും ഈടി എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞെങ്കിൽ നിങ്ങൾ FIR ഒന്ന് ഇട്ട് തന്നാ മതി. പിന്നെ ഞാൻ പിന്നെ എന്റെ അയ്യൂബ് ഓറല്ലോ ഇല്ലേ, മാന്യമായിട്ട് എന്നോട് സംസാരിച്ചത് കൊണ്ട് മാത്രം അവരെന്തെങ്കിലും ചെയ്തെങ്കിലാന്നറിയുന്നതിൽ ഞാൻ കുറച്ച് ദൂരം നിന്ന്. ബാക്കി എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞു. അത് ഞാൻ കൊടുത്തില്ല, കാരണം അയ്യൂബ് എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് 15-ാം തീയതി വാക്ക് പറഞ്ഞ സമയം കഴിഞ്ഞു. എനിക്ക് പിന്നെ അതിനു മുമ്പ് ഞങ്ങൾ ശരിയാക്കി തരുന്നു അറിയുന്ന ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. അവര് പറഞ്ഞു ഒരു വാക്കും അവര് പാലിച്ചിട്ടില്ല ഇന്നേ വരെ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ ചങ്ങാതി, ഈ അയ്യൂബിനായാലും ആർക്കായാലും എല്ലാവർക്കും അവരവരുടേതായ ഒരുപാട് വിഷയങ്ങൾ ഉള്ളപ്പോഴാണ് വിഷയങ്ങളുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഇടപെടണ്ടായിരുന്നു. ഞമ്മ ഇടപെടാൻ പറഞ്ഞിട്ടല്ലോ. അല്ല അതുകൊണ്ടല്ല,
നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു തീർപ്പുണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ അവര് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഉണ്ടായിക്കോട്ടെ. ഞാൻ ഇപ്പോഴും തസ്നീയോട് ഞാൻ പറയുന്നത് കമ്പനിയിൽ വിശ്വസിക്കുന്നില്ല പറഞ്ഞു. ഞങ്ങൾക്ക് കമ്പനീന്റെ പേരും ഓറന്നെ എല്ലാവരും കൂടിയിട്ട് തരുന്നാന്ന് പറഞ്ഞു. കമ്പനി തരുന്നല്ല പറഞ്ഞത്, കമ്പനി നേരായിട്ട് വേണ്ടി തരാന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്റെ ID ഫുൾ എടുത്തോ. ID ഇപ്പൊ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഓപ്പൺ ആക്കുന്നതിന് വരെ അത് ക്ലോസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഓർക്ക് നല്ല കള്ള സാമർത്ഥ്യമുണ്ട്. ഇല്ലെങ്കിൽ അവർക്ക് എന്റെ പിന്നെ പൈസ ഇത്ര എല്ലാം കോടി ഓർ ഇത്ര കൈക്കൂലി അതിന് കൊടുക്കാനോ ഇത് കൊടുക്കാനോ ഓർ ഉണ്ടാക്കുന്നത്. എന്റെ ഒരു 4 ലക്ഷം റുപ്യ അവർക്ക് കയറുന്ന ആ പൈസ ഉണ്ടെങ്കിൽ എന്റെ ID എടുത്തോട്ടെ. എന്റെ 41 ID അവരെടുത്തോട്ട് എടുത്തിട്ട് ഞങ്ങക്ക് വെറുതെ വേണ്ട. അങ്ങനെ വരുന്ന ഉറപ്പുണ്ടാള് ID എടുത്തിട്ട് ഞങ്ങക്ക് പൈസ അത് നല്ലത്. ഞങ്ങക്ക് വേണ്ട. ഞാനിപ്പോ തസ്നി മാഡത്തിനെ വിളിച്ചത് ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, അതല്ല പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മൾ തട്ടിക്കളയുന്നത് നമ്മുടെ ഏറ്റവും നല്ലൊരു അവസരം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത്. അതന്നെ നിങ്ങൾക്ക് ഞാൻ വേറെ ഒന്നും പറയാൻ വേണ്ടിട്ടല്ല. അതായത് ഒന്നുകൂടി ആലോചിക്കാൻ ഒരു ടൈം ഉണ്ട്, മനസ്സിലായോ? ഞമ്മക്ക് ടൈം വേണം. ഞമ്മ ഇതെല്ലാം ആലോചിച്ചിട്ടില്ലേ, ഒരുപാട് ആലോചിച്ച് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളെ പറ്റിക്കാണ് അറിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ തസ്നി ഒരിക്കലും ഇത് പറ്റിക്കന്നെ ഈ ഇറച്ചിന്റെ എല്ലാ ഇറച്ചോളികളും പറ്റിക്കുക സംഭവം. ഇപ്പൊ ഇല്ലെങ്കിൽ ഈ ഒരു തീരുമാനമെങ്കിലും എടുക്കും നിങ്ങൾ. എന്താ പറഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് 41 ID ഉണ്ട്, അത് എടുത്തോ നിങ്ങൾ. അല്ല ഞങ്ങക്കത് അതിന്റെ ആവശ്യമില്ല. വരും നിങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ എടുത്തോ. ഞങ്ങക്കത് ഉറപ്പില്ല, അതുകൊണ്ട് ഞങ്ങക്കത് അതിന്റെ ആവശ്യമില്ല. ID എടുത്തിട്ട് എന്റെ 41 ID എടുത്തിട്ട് എന്റെ പൈസ തന്നെങ്കിൽ എന്റെ പ്രശ്നം തീർന്നു. ഞാനിതില് തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാളോ അല്ല. ഓക്കെ, നോ വിഷയം. ഒരു വിഷയമില്ല. ഞാൻ അത് അറിയാൻ വേണ്ടി മാത്രം ഒരു അവസരം ഉണ്ട്, അത് ആലോചിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വിളിച്ചത്. അവസരം ഞങ്ങൾക്കല്ല, നിങ്ങൾക്ക് ഓർക്കും ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്, അവർക്കും ഞാൻ അവസരം കൊടുത്തിട്ടുണ്ട്. കേസ് കാര്യങ്ങളായിട്ട് പോകുന്നതൊക്കെ തസ്നിയുടെ താല്പര്യമാണ്. നമ്മള് പറഞ്ഞു മനസ്സിലാക്കി തരാന്ന് മാത്രമാണ്. നമ്മൾക്ക് നിങ്ങൾ മനസ്സിലാക്കാനാത്ത അധികം അവര് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു മനസ്സിലാക്കൽ നമുക്ക് ആവശ്യമുണ്ട് അവിടെ ഇല്ലല്ലോ. ഞാനിപ്പോ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് സംസാരിച്ചത് തന്നെ ഞമ്മക്ക് എന്തെങ്കിലും അനുകൂലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തെങ്കിലും ID എടുത്തിട്ട് എന്തെങ്കിലും നമ്മളെ സഹായിക്കാൻ താല്പര്യം ഉണ്ടോന്ന് ആളായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചില്ല. വെറുതെ നമ്മൾ സംസാരിച്ചിട്ട് നമ്മളെ ടൈം കളയാൻ നമുക്ക് ടൈമില്ല. ഞമ്മക്കിപ്പോ ഇന്ന് വിളിക്കുമ്പോ പോലീസ് സ്റ്റേഷൻ FIR ഇട്ടിട്ട് തരാന്ന് പറഞ്ഞിന് ഇന്ന്. ആ FIR ഇട്ടെങ്കിൽ EDന്റെ അടുത്ത് നേരെ പോകും. EDന്റെ അടുത്ത് പോയെങ്കിൽ പിന്നെ നമ്മളെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിച്ച് നിൽക്കണ്ടല്ലോ. അവരെന്തായാലും എന്റെ പൈസ വാങ്ങി തരും. കാരണം ഞാൻ നടുക്കുന്ന ഇതാക്കുന്നാലും അവർക്ക് നേരിട്ടിട്ട് കണ്ടതാണ്. അതുകൊണ്ട് നമ്മളെ പൈസ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട് നമുക്ക്. മറ്റേ ശാല ഇപ്പോ പിന്നെ ഓർ ലീഡർമാർ വിളിച്ചിട്ട് എന്റെ ആദ്യം സെറ്റിൽ ആക്കിയിട്ട് ഒരു 15 ദിവസത്തേക്കാൻ പറ്റോ നമുക്ക് ഇത് വെക്കുന്നുണ്ടെങ്കിൽ ഞമ്മ എഗ്രിമെന്റ് ആക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുന്നു. ഞമ്മ അയ്യൂബ് സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം. വെറുതെ നിങ്ങൾ കാത്തിരിക്കുക പറഞ്ഞിട്ട് ഒരു പിന്നെ ഇത്രയും പിന്നെ 5-6 മാസമായി നമ്മൾ കാത്തിരിക്കുന്നത്. എന്ത് നമുക്ക് ഗുണമില്ല ഇതില്. ഓക്കെ, ശരി, ബൈ. ഓക്കെ.